അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ശ്രീദേവി മുല്ലശ്ശേരിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സ്റ്റാർ മാജിക്കിൽ പുള്ളിക്കാരി ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണ് പുള്ളിക്കാരൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു ഇതൊക്കെ കണ്ടത്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ 4 മാസം എന്തായിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളിതിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു, എന്താണ് പറ്റിയത്, അങ്ങനെ എന്നൊക്കെ ചോദിച്ച് നിരവധി ഇതാണ്. 2025 ആദ്യത്തെ വീഡിയോ ആണ് അത്. എനിക്കിങ്ങനെ പറയാണ്ടി വന്നതിൽ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് അതുണ്ടായിരുന്നത്. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോള് ബൈ ശ്രീവിദ്യ മുല്ലശ്ശേരി. എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. വീഡിയോ ഇടാത്ത, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വെച്ചാൽ 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് അത് ശരിയാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ എക്സ്പെക്റ്റഡ് അല്ലാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് എന്തായാലും നമ്മൾ നമ്മൾ ഇത് ചെയ്തതുപോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അൺഎക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് മറ്റു പല കാര്യങ്ങളായിരിക്കും. അതെന്തായാലും ശ്രീവിദ്യ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാൻ എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാം. പുള്ളിക്കാരി പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിക്കില്ല, സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നവർ വീഡിയോ ഇടാതിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ പലവരും ചോദിക്കും. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. തമ്പനയിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു അങ്ങനെയുള്ള ഒരു തമ്പനയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ, പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള ആ ഒരു ഇതൊക്കെ കാണുന്ന സമയത്ത് ആരാണെങ്കിലും അത് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ അതാണ് പെട്ടെന്ന് നോക്കുകയുള്ളൂ. ആരും പെട്ടെന്ന് അതേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുമ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ എന്തായാലും പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചല്ല എന്നേ ഉള്ളൂ, ഞങ്ങൾ പിരിഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കുന്നത് എന്ന് ശ്രീവിദ്യ പറഞ്ഞാൽ നല്ലതായിരിക്കും. എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കൂ. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു റീൽ ഇട്ടിട്ട് ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ്. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫാസ്റ്റ് അബ്സോർബിങ് ടെക്സ്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിന് ഇത് ബെസ്റ്റാണ്. ഇത് മാത്രമല്ല, ദ ഡെർമാക്കോയുടെ ഈ 10% നിയാസിനമൈഡ് സിറം എവറിഡേ യൂസിനൊരു പെർഫെക്റ്റ് കമ്പാനിയൻ കൂടെയാണ് കേട്ടോ. കാരണം ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും. ഒട്ടും വായിപ്പിക്കേണ്ട. എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ദ ഡെർമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 20% ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല കേട്ടോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേർപ്പിളിൽ, നൈക്കയിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്.
അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരുപാട് നാളെ ഒന്നിച്ചിരുന്നിട്ടാണ്. ഒന്നിച്ചിരിക്കാത്തതിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു തമ്പനയിലിട്ടിട്ട് പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത് കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പെട്ടെന്ന് ഞെട്ടിപ്പോവും, അയ്യോ ഈ ഇടയ്ക്കല്ലേ കല്യാണം കഴിഞ്ഞത്, അപ്പോഴേക്കും ഇവർ പിരിഞ്ഞോ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുത്ത് നോക്കും. അങ്ങനെ ഒരുമാതിരി ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇങ്ങനെ തമ്പനയിലിടുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അതിലുള്ളതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക. നമ്മൾ ജീവിതം വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള തമ്പനയിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇത്ര പെട്ടെന്ന് ഇവർ കല്യാണം കഴിഞ്ഞ് ഇത്രയല്ലേ ആയുള്ളൂ, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവർ പിരിഞ്ഞു. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ എന്താ പറയുക, ഒരുമാതിരി കോമാളിയാക്കുന്നതായിട്ടാണ് ശ്രീവിദ്യ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു തമ്പനയിൽ വിട്ടിട്ട് ലാസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞത് എന്താണ്, മോക്കൊരു ഇതൊക്കെ മാറാനുള്ള സിറത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം ഇത് ഒരുമാതിരി ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലുള്ള തമ്പനയിലും വീഡിയോയിൽ പറയുന്നത് വേറൊരു കാര്യമാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയ്ക്കും മാത്രം ആളുകളെ അത്രമാത്രം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ ഒരുമാതിരി പൊട്ടന്മാരാക്കിയതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയുന്നില്ല. ശ്രീവിദ്യ എന്ന് പറയുന്നത് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യും, പെട്ടെന്ന് അത് നോക്കും, ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അതിനുള്ളൊരു തന്ത്രമാണെങ്കിൽ കൂടി ജീവിതം വെച്ച് എന്തായാലും കളിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ശ്രീവിദ്യ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തമ്പനയിൽ ഇട്ട് എന്നുള്ളത്, അതും പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് എന്തായാലും ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ പല തോന്നിയവാസികളും വിളിച്ചു പറയുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. എന്താ ചോദിച്ചാൽ ശ്രീവിദ്യ അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തമ്പനയിലൊക്കെ ഇട്ടിട്ട് ആളുകളെ പൊട്ടന്മാരാക്കുന്നത് നിർത്തുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തമ്പനയിലും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.